ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി 6-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ്. എക്സാമുകൾ നെയ്യർ ആപ്പിൽ ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. കേരള PSC LDC 2024 എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LDC 2024 റാങ്ക് ഫയൽസ് ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ 4 വോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് 1675 രൂപയാണ്. എന്നാൽ നിങ്ങൾക്കൊരു ഓഫർ പ്രൈസിൽ ഈ റാങ്ക് ഫയൽ വാങ്ങാവുന്നതാണ്. 1425 രൂപയ്ക്ക് ഈ റാങ്ക് ഫയൽ ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലും അതേപോലെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയും ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ talentkerala.com വഴിയും ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ ഈ റാങ്ക് ഫയൽ സ്വന്തമാക്കുക. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2024 ഉദ്ഘാടനം ചെയ്ത മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്. എവിടെയാണ്? എറണാകുളത്താണ്. എവിടെയാണ്? എറണാകുളത്താണ്. എന്താണ് മഹാകവി ജി സ്മാരകമാണ്. എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2024 ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആരുടെ സ്മരണാർത്ഥമുള്ള സ്മാരകമാണ് ഇതെന്നും കൂടി ഓർത്തു വെക്കുക. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് നിലവിൽ വന്നതാണ് ഈ ഒരു സ്മാരകം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം ഓർത്തു വെക്കുക, ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരാണ്? അത് ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിന് ഈ ഒരു ജ്ഞാനപീഠം അവാർഡ് ലഭിക്കാൻ കാരണമായ കൃതി ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചത്. അപ്പോൾ ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 2024 ഉദ്ഘാടനം ചെയ്തതാണ് മഹാകവി ജി സ്മാരകം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള ബഡ്ജറ്റ് ആണ്. കേരള ബഡ്ജറ്റ് 2024-25 നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് ഇതാണ്. ആരാണ് അവതരിപ്പിച്ചത്? കേരള ബഡ്ജറ്റ് 2024-25 ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? KN ബാലഗോപാലാണ്. ആരാണ്? KN ബാലഗോപാലാണ് അവതരിപ്പിച്ചത്. അദ്ദേഹം 4ാം തവണയാണ് കേരള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്? KN ബാലഗോപാൽ 4ാം തവണയാണ് കേരള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ 2024-25 കേരള ബഡ്ജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഇതാണ്, ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് മാർഗദീപം. എന്താണ് മാർഗദീപം പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. എന്താണ് ആ സ്കോളർഷിപ്പിന്റെ പേര് ഓർത്തു വെക്കുക. മാർഗദീപം എന്നുള്ളതാണ് ഈ ഒരു പ്രീ മെട്രിക് സ്കോളർഷിപ്പിന്റെ പേര്. ഏത് വിഭാഗത്തിനാണ് നൽകുന്നത്? ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തത് കോഴിക്കോട് പെരുവണ്ണാമൊഴിയിൽ ടൈഗർ സഫാരി പാർക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വേറൊരു പദ്ധതിയാണ് K-ലിഫ്റ്റ്. പദ്ധതിയുടെ പേരെന്താണ്? K-ലിഫ്റ്റ് എന്നുള്ള ഒരു പദ്ധതിയുടെ പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. ഈ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർക്കുക. കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന പദ്ധതിയാണ്. എന്താണ് പദ്ധതിയുടെ പേര്? K-ലിഫ്റ്റ് എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. എന്താണെന്ന് ഓർത്തു വെക്കുക. കുടുംബശ്രീ അംഗങ്ങൾക്ക്, അതായത് കുടുംബശ്രീ വഴി കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് K-ലിഫ്റ്റ് എന്നുള്ള പദ്ധതി. അടുത്ത പോയിന്റ്, കണ്ണൂർ തളിപ്പറമ്പ് മണ്ഡലത്തിലെ നാടുകാണിയിൽ സഫാരി പാർക്ക് സജ്ജമാക്കും എന്ന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. എവിടെയാണെന്ന് ഓർക്കുക. കണ്ണൂർ തളിപ്പറമ്പ് മണ്ഡലത്തിലെ നാടുകാണിയിൽ സഫാരി പാർക്കാണ്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് എന്തായിരുന്നു? കോഴിക്കോട് പെരുവണ്ണാമൊഴിയിൽ ടൈഗർ സഫാരി പാർക്കായിരുന്നു. ഇവിടെ കണ്ണൂർ തളിപ്പറമ്പ് മണ്ഡലത്തിലെ നാടുകാണിയിൽ ഒരു സഫാരി പാർക്ക് സജ്ജമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അടുത്തത് എന്താണ്? 2025 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിനോടകം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഭരണഘടന
ഭരണഘടനാ സാക്ഷരത കൈവരിക്കാനുള്ള പദ്ധതി. ആ പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനുള്ളതാണ് ഈ പദ്ധതി എന്ന് ഓർത്തു വെക്കുക. എന്താണ്? കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഭരണഘടനാ സാക്ഷരത കൈവരിക്കാനുള്ള പദ്ധതിയാണ്. ആ പദ്ധതികൾ നടപ്പിലാക്കുന്നത് എങ്ങനെയായിരിക്കും? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയായിരിക്കും പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭരണഘടനാ സാക്ഷരത കൈവരിക്കുന്നത് എന്തോടുകൂടിയാണ്? 2025 ജനുവരി 26-നകം ഈ ഒരു ഭരണഘടനാ സാക്ഷരത, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമുള്ള ഭരണഘടനാ സാക്ഷരത ഉറപ്പുവരുത്താനായിട്ട് കൈവരിക്കാനുള്ള പദ്ധതിയാണ് ഇത്. അടുത്ത ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. എന്താണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്നുള്ള പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിക്കായിട്ട് 10 കോടി വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. എന്താണ്? ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്നുള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് എത്ര രൂപയാണ്? 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്നുകൂടി ഓർത്തു വെക്കുക. എറണാകുളം ജില്ലയിലെ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതിയാണ് എന്ത്? ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്നുള്ള പദ്ധതി. അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് 100 കോടി രൂപ വകയിരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഒരു പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം. എന്താണ്? വാർദ്ധക്യ സൗഹൃദ ഭവനം എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത്? വാർദ്ധക്യ സൗഹൃദ ഭവനം എന്നുള്ള പദ്ധതി. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ പ്രധാന പ്രഖ്യാപനങ്ങൾ, അതായത് കേരള ബഡ്ജറ്റ് 2024-25 പ്രധാന പ്രഖ്യാപനങ്ങളായിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം മുതൽ നമുക്കൊന്നുകൂടി പറയാം. കേരള ബഡ്ജറ്റ് 2024-25 അവതരിപ്പിച്ചത് ആരാണ്? KN ബാലഗോപാൽ ആണ് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ നാലാമത്തെ ബജറ്റ് അവതരണമാണ്, കേരള ബജറ്റ് അവതരണമാണ്. പ്രധാന പ്രഖ്യാപനങ്ങളാണ് ശേഷം നമ്മൾ പഠിച്ചത്. ആദ്യം പഠിച്ചത് മാർഗദീപം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ആണത്. ശേഷം പഠിച്ച പ്രഖ്യാപനം കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ ടൈഗർ സഫാരി പാർക്ക് വരുന്നതിനെ കുറിച്ചാണ്. അതിനുശേഷം പഠിച്ചത് കെ ലിഫ്റ്റ്. എന്താണ് കെ ലിഫ്റ്റ് എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണ് കെ ലിഫ്റ്റ് എന്നുള്ള പദ്ധതി. അതിനുശേഷം പഠിച്ചത് കണ്ണൂർ തളിപ്പറമ്പ് മണ്ഡലത്തിലെ നാടുകാണിയെ സഫാരി പാർക്ക് സജ്ജമാക്കും എന്നുള്ള പ്രഖ്യാപനമാണ്. ശേഷമുള്ളത് 2025 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിനോടകം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഭരണഘടനാ സാക്ഷരത കൈവരിക്കുന്നതിനുള്ള പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കുമെന്നാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശേഷം പറഞ്ഞത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്നുള്ള പദ്ധതിയെ കുറിച്ചാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? എറണാകുളത്ത് ഉണ്ടാകുന്ന വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും സംബന്ധിച്ചിട്ടുള്ള അത് നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതിയാണ് എന്ത്? ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്നുള്ള പദ്ധതി. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശേഷം പറഞ്ഞത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി നടപ്പിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഓർത്തു വെക്കുക. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. എന്താണെന്ന് നോക്കാം. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ആരെന്നാണ്? ആരാണ്? ഋതു ബെഹരി. ആരാണ്? ഋതു ബെഹരിയാണ്. എന്താണ്? ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ടാണ്. എന്താണ്? ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ആരാണ്? ഋതു ബെഹരിയാണ്. ഉത്തരാഖണ്ഡിലെ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. പുതിയ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായി നിയമിതനായത് ആരെന്നാണ്? ആരാണ്? അപൂർവ ചന്ദ്ര. ആരാണ്? അപൂർവ ചന്ദ്രയാണ് പുതിയ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായി നിയമിതനായത്. അദ്ദേഹം മുൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായി നിയമിതനായത്. അങ്ങനെയാണെങ്കിൽ ഓർത്തു വെക്കുക, അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, പുതിയ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? അത് സഞ്ജയ് ജാജു ആണ്. ആരാണ്? സഞ്ജയ് ജാജു ആണ് പുതിയ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറിയായി നിയമിതനായത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ്? പുതിയ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? അപൂർവ ചന്ദ്രയാണ്. അദ്ദേഹമായിരുന്നു മുൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി. അങ്ങനെയാണെങ്കിൽ പുതിയ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി ആരാണ്? അത് സഞ്ജയ് ജാജു ആണ്. ആരാണ്? സഞ്ജയ് ജാജു ആണ് പുതിയ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി.
അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ്. ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? PT ഉഷയ്ക്കാണ്. PT ഉഷയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. എന്ത് പുരസ്കാരമാണ്? ആര് നൽകിയ പുരസ്കാരമാണെന്ന് നോക്കാം. ആജീവനാന്ത പുരസ്കാരമാണ്. എന്താണ്? ആജീവനാന്ത പുരസ്കാരമാണ്. ആര് നൽകിയതാണെന്ന് കൂടി ഓർത്തു വെക്കുക. 2024 സ്പോർട്സ് ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഡൽഹി പോലീസ് സ്പോർട്സ് ജേർണലിസ്റ്റ് അസോസിയേഷനും ചേർന്ന് നൽകിയ പുരസ്കാരമാണ് എന്ത്? ആർക്ക് ലഭിച്ചത്? PT ഉഷയ്ക്ക് ലഭിച്ചത്. ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PT ഉഷയ്ക്കാണ്. എപ്പോഴാണ് നൽകിയത്? 2024 നൽകിയ. ആര് നൽകിയതാണ്? സ്പോർട്സ് ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഡൽഹി പോലീസ് സ്പോർട്സ് ജേർണലിസ്റ്റ് അസോസിയേഷനും ചേർന്ന് നൽകിയ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PT ഉഷയ്ക്കാണ് ലഭിച്ചത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കണ്ടുപിടുത്തമാണ്. എന്താണെന്ന് നോക്കാം. ബംഗളൂരു നഗരത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവളയാണ്. എന്താണ് ഈ ഇനത്തിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക. സ്പെയറോതേക്ക വർഷാബു. എന്താണ്? സ്പെയറോതേക്ക വർഷാബു എന്നുള്ള പുതിയ ഇനം തവളയെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്നും കൂടി ഓർത്തു വെക്കുക. ബംഗളൂരു നഗരത്തിൽ നിന്നാണ്. ബംഗളൂരു നഗരത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു പുതിയ ഇനം തവളയാണ്. എന്താണ് തവളയുടെ പേര് എന്ന് ഓർത്തു വെക്കുക. സ്പെയറോതേക്ക വർഷാബു. എന്താണ്? സ്പെയറോതേക്ക വർഷാബു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. NLC തലബിര താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയെന്നാണ്? എവിടെയാണ്? സാമ്പൽപൂരിലാണ്. എവിടെയാണ്? സാമ്പൽപൂരിലാണ് ഈ ഒരു താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. അപ്പോൾ ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടിരിക്കുകയാണ്. ആ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. എന്തായിരുന്നു പോയിന്റ്? NLC തലബിര താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? സാമ്പൽപൂർ, ഒഡീഷയിലെ എവിടെയാണ്? ഒഡീഷയിലെ സാമ്പൽപൂരിലാണ് ഈ ഒരു താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ്. ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത്. എന്തിന്റെ വേദിയാണെന്ന് ഓർത്തു വെക്കുക. ദേശീയ ആരോഗ്യമേള 2024 വേദിയാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ് 2024 ദേശീയ ആരോഗ്യമേള നടക്കുന്നത്. അപ്പോൾ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേരെന്താണ്? മഹ്താരി വന്ദന യോജന. എന്താണ്? മഹ്താരി വന്ദന യോജന എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. ഈ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്? ഏത് സംസ്ഥാനമാണ്? ഛത്തീസ്ഗഡിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക. മഹ്താരി വന്ദന യോജന എന്നുള്ളതാണ് പദ്ധതിയുടെ പേര്. അപ്പോൾ ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് കൂടി നമുക്ക് ചർച്ച ചെയ്യാം. സ്ത്രീകൾക്ക്, അതായത് വിവാഹിതരായ സ്ത്രീകൾക്ക് മാസം 1000 രൂപ, എത്രയാണ്? 1000 രൂപ ലഭ്യമാകുന്ന പദ്ധതിയാണ് എന്ത്? മഹ്താരി വന്ദന യോജന എന്നുള്ള പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇനി ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് കൊളംബോ തുറമുഖത്ത് എത്തിയ ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി ഏതാണ്? INS കരഞ്ച്. ഏതാണ്? INS കരഞ്ചാണ് എവിടെ എത്തിയത്? കൊളംബോ തുറമുഖത്ത് എത്തിയത്. എന്തിനോടനുബന്ധിച്ചാണ്? ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ് കൊളംബോയിലേക്ക് ആര് പോയത്? INS കരഞ്ച് പോയത്. ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനിയാണ് എന്ത്? INS കരഞ്ച് എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ എത്രാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷമാണ് ശ്രീലങ്കയിൽ നടന്നതെന്ന് കൂടി ഓർത്തു വെക്കുക. 76ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷമാണ് ശ്രീലങ്കയിൽ നടന്നത്. എന്നാണ് ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യ ദിനം എന്ന് ഓർത്തു വെക്കുക. 1948 ഫെബ്രുവരി 4 1948 ഫെബ്രുവരി 4 ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യ ദിനം. അപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കൊളംബോ തുറമുഖത്ത് എത്തിയ ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി ഏതാണ്? INS കരഞ്ചാണ്. അതുപോലെ തന്നെ ഓർത്തു വെക്കുക, ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ആരാണ്? ദിനേശ് ഗുണവർദ്ധനയാണ് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി. അതേപോലെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരാണ്? റെനിൽ വിക്രമസിംഗെയാണ് ശ്രീലങ്കയുടെ പ്രസിഡന്റ്. ഇപ്പോൾ പ്രധാനമന്ത്രി ആരാണ്? ദിനേശ് ഗുണവർദ്ധനയാണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഇൻഡെക്സ് ആണ്. എന്താണെന്ന് നോക്കാം. ടോം ട്രാഫിക് സൂചിക റാങ്കിംഗ് 2023 നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ്? ലണ്ടനാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള നഗരം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഡബ്ലിനാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള നഗരം ഏതാണ്?
ഡബ്ലിൻ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ഒന്നാം സ്ഥാനത്തുള്ള നഗരം ലണ്ടനാണ്. യു കെയിലെ ലണ്ടനാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ഡബ്ലിൻ അയർലൻഡിലെ നഗരമാണ് ഡബ്ലിൻ എന്നുള്ള നഗരം. ഈ ഒരു നഗരമാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ഈ ഒരു റാങ്കിങ്ങിൽ ടോം ട്രാഫിക് സൂചിക റാങ്കിങ് 2023 ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ്? അത് ബംഗളൂരു ആണ് ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനത്തുള്ളത്. ലോക റാങ്കിങ്ങിൽ ബംഗളൂരു ആണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനം. ലോക റാങ്കിങ് എത്രയാണ്? 6 ബംഗളൂരു ലോക റാങ്കിങ്ങിൽ 6ആം സ്ഥാനത്താണുള്ളത്. അതേപോലെ ഇന്ത്യയിൽ നിന്ന് രണ്ടാം സ്ഥാനത്തുള്ളത് പൂനെയാണ്. ഇന്ത്യയിൽ നിന്ന് രണ്ടാം സ്ഥാനത്തുള്ളത്. ലോക റാങ്കിങ് 7 ഈ ഒരു റാങ്കിങ്ങിൽ പൂനെയുടെ സ്ഥാനം 7. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ്? ടോം ട്രാഫിക് സൂചിക റാങ്കിങ് 2023 ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ്? ലണ്ടനാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് അയർലൻഡിലെ ഡബ്ലിനാണ്. ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തുള്ളത് ബംഗളൂരു ആണ്. ലോക റാങ്കിങ് 6. ഇന്ത്യയിൽ നിന്ന് രണ്ടാം സ്ഥാനത്തുള്ളത് പൂനെയാണ്. ലോക റാങ്കിങ് 7. ഇത്രയും പോയിന്റുകൾ ഓർത്തു വെക്കുക. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത്. 2026 ഫിഫ ലോകകപ്പ് ഫൈനലിന്റെ വേദി എവിടെയാണ്? ന്യൂജേഴ്സി ആണ്. യുഎസിലെ ന്യൂജേഴ്സിയിൽ വെച്ചാണ് 2026 ഫിഫ ലോകകപ്പ് ഫൈനൽ നടക്കുന്നത്. അതോടൊപ്പം ഓർത്തു വെക്കുക, 2022 ഫിഫ ലോകകപ്പ് നടന്നത് എവിടെ വെച്ചാണ്? അത് ഖത്തറിൽ വെച്ചാണ്. അപ്പോൾ 2026 ഫിഫ ലോകകപ്പ് ഫൈനലിന്റെ വേദി എവിടെയാണ്? ന്യൂജേഴ്സി ആണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച സംവിധായകനും ചലച്ചിത്ര നടനും ആയ വ്യക്തി ആരാണ്? സാധു മേഹർ ആണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച സംവിധായകനും ചലച്ചിത്ര നടനുമായിട്ടുള്ള വ്യക്തി. ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2024 ഉദ്ഘാടനം ചെയ്ത മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥമാണ് ഈ ഒരു സ്മാരകം നിലവിൽ വന്നത്. ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യ മലയാളി കൂടിയാണ് ആര്? ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഓടക്കുഴലാണ്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് കേരള ബഡ്ജറ്റ് 2024-25 ആണ്. അവതരിപ്പിച്ചത് ആരാണ്? KN ബാലഗോപാലാണ്. അദ്ദേഹം അവതരിപ്പിച്ചതാണ്. അദ്ദേഹം 4ാമത്തെ തവണയാണ് കേരള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു ബഡ്ജറ്റിൽ പ്രധാന പ്രഖ്യാപനങ്ങൾ ഏതൊക്കെയെന്നായിരുന്നു. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് മാർഗദീപം എന്നുള്ള ഒരു സ്കോളർഷിപ്പാണ്. ആർക്ക് നൽകുന്നതാണ്? ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പാണ് മാർഗദീപം എന്നുള്ളത്. ശേഷം ചർച്ച ചെയ്തത് കോഴിക്കോട് പെരുവണ്ണാമുഴിയിൽ ടൈഗർ സഫാരി പാർക്ക് വരും എന്നുള്ള കാര്യമാണ്. അതിനുശേഷം K-ലിഫ്റ്റ് എന്നുള്ള പദ്ധതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഈ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കുടുംബശ്രീ അംഗങ്ങൾ സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് K-ലിഫ്റ്റ് എന്നുള്ള പദ്ധതി. അതിനുശേഷം ചർച്ച ചെയ്തത് കണ്ണൂർ തളിപ്പറമ്പ് മണ്ഡലത്തിലെ നാടുകാണിയെ സഫാരി പാർക്ക് സജ്ജമാക്കും എന്നുള്ളതാണ്. ശേഷം പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഭരണഘടനാ സാക്ഷരത കൈവരിക്കാനുള്ള പദ്ധതി എന്തിലൂടെ നടപ്പിലാക്കുമെന്നാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കും എന്നുള്ളതാണ്. ഈ ഒരു സാക്ഷരത 2025 ജനുവരി 26 കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഭരണഘടനാ സാക്ഷരത കൈവരിക്കാനുള്ള പദ്ധതിയാണിത്. ശേഷം നമ്മൾ പറഞ്ഞത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഈ ഒരു പദ്ധതിക്കായി 10 കോടി രൂപ വകയിരുത്തി എന്നുള്ള കാര്യമാണ്. അതിനുശേഷം ചർച്ച ചെയ്തത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി നടപ്പിലാക്കും എന്നുള്ള കാര്യമാണ്. ഇത്രയുമാണ് നമ്മൾ കേരള ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്ത പോയിന്റുകൾ. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ആരാണ്? റിതു ബെഹ്രിയാണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് പുതിയ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? അപൂർവ ചന്ദ്രയാണ്. അദ്ദേഹം ഇതിനു മുമ്പ് ആരായിരുന്നു? ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയതായി നിയമിതനായ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി ആരാണ്? അത് സഞ്ജയ് ജാജു ആണ്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് 2024 സ്പോർട്സ് ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഡൽഹി പോലീസ് സ്പോർട്സ് ജേർണലിസ്റ്റ് അസോസിയേഷനും ചേർന്ന് നൽകിയ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PT ഉഷയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു കണ്ടുപിടുത്തമായിരുന്നു. ബംഗളൂരു നഗരത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവള എന്താണ് തവളയുടെ പേര്? സ്പെറോതേക്ക വഷബു.
സ്പേറോ തേക്ക വർഷബു എന്നുള്ള തവളയാണ് കണ്ടെത്തിയത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് NLC തലബിര താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് ഒഡീഷയിലെ സാമ്പൽപൂരിലാണ് ഈ ഒരു താപവൈദ്യുതി നിലവിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത ഒരു വേദിയാണ്, ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത്. ദേശീയ ആരോഗ്യമേള 2024 വേദിയാണ്. എവിടെ വെച്ചാണ് നടക്കുന്നത്? ന്യൂഡൽഹിയിൽ വെച്ചാണ് 2024 ദേശീയ ആരോഗ്യമേള നടക്കുന്നത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതിയാണ്. എന്താണ് പദ്ധതിയുടെ പേര്? മഹത്താരി വന്ദന യോജന എന്നുള്ള പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് കൂടി ഓർത്തു വെക്കുക. വിവാഹിതരായ സ്ത്രീകൾക്ക് മാസം 1000 രൂപ ലഭ്യമാകുന്ന പദ്ധതിയാണ് മഹത്താരി വന്ദന യോജന എന്നുള്ള പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തോടനുബന്ധിച്ച് കൊളംബോ തുറമുഖത്ത് എത്തിയ ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി ഏതാണ്? INS കരഞ്ചാണ് കൊളംബോ തുറമുഖത്ത് എത്തിയത്. എന്നാണ് ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യ ദിനം എന്ന് നമ്മൾ ചർച്ച ചെയ്തു. 1948 ഫെബ്രുവരി 4 ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യ ദിനം. എത്രാമത് ദിനാഘോഷമാണ് നടക്കുന്നത്? 76ാമത് ദിനാഘോഷമാണ് ഈ ഒരു വർഷം നടക്കുന്നത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഇൻഡെക്സ് ആയിരുന്നു. എന്താണ്? ടോം ട്രാഫിക് സൂചിക റാങ്കിംഗ് 2023 1-ാം സ്ഥാനത്തുള്ള നഗരം ഏതാണ്? ലണ്ടൻ ആണ് 1-ാം സ്ഥാനത്തുള്ളത്. 2-ാം സ്ഥാനത്തുള്ള നഗരം ഏതാണ്? ഡബ്ലിൻ എന്നുള്ള നഗരമാണ് 2-ാം സ്ഥാനത്തുള്ളത്. ഇന്ത്യയിൽ നിന്ന് ഈ ഒരു റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള നഗരം ഏതായിരുന്നു? ബംഗളൂരു ആണ് ഇന്ത്യയിൽ നിന്ന് 1-ാം സ്ഥാനത്തുള്ളത്. ലോക റാങ്കിംഗ് 6 ആയിരുന്നു. ഇന്ത്യയിൽ നിന്ന് 2-ാം സ്ഥാനത്തുള്ള നഗരം ഏതായിരുന്നു? പൂനെയാണ്. ലോക റാങ്കിംഗ് 7 ആണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് 2026 ഫിഫ ലോകകപ്പ് ഫൈനലിന്റെ വേദി എവിടെയെന്നാണ്? ന്യൂജേഴ്സി യുഎസിലെ ന്യൂജേഴ്സിയിൽ വെച്ചാണ് 2026 ഫിഫ ലോകകപ്പ് ഫൈനൽ നടക്കുന്നത്. 2022 ഫിഫ ലോകകപ്പ് നടന്നത് എവിടെയാണ്? ഖത്തറിൽ വെച്ചാണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച സംവിധായകനും ചലച്ചിത്ര നടനുമായ വ്യക്തി ആരാണ്? സാധു മേഹർ ആണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച സംവിധായകനും ചലച്ചിത്ര നടനുമായ വ്യക്തി. അദ്ദേഹത്തിന് 1974 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അടുത്തതായി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഭാരത് രത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി ആരെന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രണബ് മുഖർജി, ഓപ്ഷൻ ബി LK അദ്വാനി, ഓപ്ഷൻ സി ഭൂപൻ ഹസാരിക, ഓപ്ഷൻ ഡി അടൽ ബിഹാരി വാജ്പേയി. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അടുത്തിടെ രാജിവെച്ച ബൻവാരിലാൽ പുരോഹിത് ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു എന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ഡി ബീഹാർ. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററി എന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സുഗതകുമാരി, ഓപ്ഷൻ ബി ബാലാമണിയമ്മ, ഓപ്ഷൻ സി കമല സുരയ്യ, ഓപ്ഷൻ ഡി ലളിതാംബിക അന്തർജനം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ചമ്പൈ സോറൻ ഏത് സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ബി ജാർഖണ്ഡ്, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ്. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ചമ്പൈ സോറൻ ആണ്. ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം.